അല്ല, മാത്യു കുഴൽനാടനോട് വ്യക്തിപരമായ വിരോധം തീർക്കാൻ കിട്ടുന്ന ഒരവസരവും കളയുന്നില്ലല്ലോ, എല്ലാ അവസരവും ഉപയോഗിക്കുകയാണ്. ഇന്നലെ സമരപന്തലിരുന്ന മാത്യു കുഴൽനാടൻ എന്തിനാ അറസ്റ്റ് ചെയ്തത്? എന്ത് കാര്യത്തിൽ അറസ്റ്റ് ചെയ്തത്? തീർച്ചയായിട്ടും ഞങ്ങൾ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. സാധാരണ ഉദ്യോഗസ്ഥന്മാരാണ്, ജില്ലയിലെ അതോറിറ്റിയാണ് കളക്ടർ. കളക്ടർ വന്നിട്ടാണ് വയനാടും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. അവർ വന്ന് സംസാരിക്കണം. അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങളൊന്നും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അല്ല, കളക്ടർ സ്വാഭാവികമായി കളക്ടർമാര് RDOമാരെല്ലാം സ്ഥലത്തെത്തി അത് പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ട ഉദ്യോഗസ്ഥരാണ്. ഒരു വിഷയമുണ്ടായ ഞങ്ങൾ ഫോണിൽ നമ്മുടെ ആളുകൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം വരാമെന്നേറ്റാണ്. അദ്ദേഹം വരുന്ന ആളുമാണ്. അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത് മന്ത്രിയാണ്. കാരണം ഈ പ്രശ്നം തീരാതെ ഈ പ്രശ്നം കത്തിക്കണം. അപ്പോൾ വിഷയം മാറിപ്പോവല്ലോ. പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രതിപക്ഷത്തെ. അതിന്റെ അപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലോ. അദ്ദേഹം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആദ്യം നടന്നത്. രഹസ്യമായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത്. അത് കോടതി തടഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അപ്പൊ അദ്ദേഹത്തെ പ്രതിയാക്കാണ്. ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയതിലാണ് ഗൂഢാലോചനയുള്ളത്. അല്ല, അതിനെ വൈകാരികമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. അത് ഈ മരിച്ച ഇന്ദിരാ രാമകൃഷ്ണന്റെ ഭർത്താവിന്റെയും മകന്റെയും അനുമതിയോടുകൂടിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. കേരളത്തിലെ ആദ്യമൊന്നുമല്ലല്ലോ ഡെഡ് ബോഡി വെച്ച് റോട്ടിൽ വെച്ച് പ്രതിഷേധിക്കുന്നത്. ആളുകളുടെ പ്രതിഷേധമാണ്, വൈകാരികമായ പ്രതിഷേധമാണ്. അത് ഞങ്ങൾ തീരപ്രദേശത്തും നടക്കും. അതുപോലെ ഇപ്പൊ മുതലപ്പൊഴിയിൽ ആളുകൾ മരിച്ചു അപകടത്തിൽ. 4 പേരുടെ ഡെഡ് ബോഡി വെച്ചുകൊണ്ടാണ് ആളുകൾ പ്രതിഷേധിച്ചത്. അതൊക്കെ വൈകാരികമായി കാരണം ഇത് നിരന്തരമായി ആവർത്തിക്കുകയാണ്. ഭീതിയിലാണ് ജനങ്ങൾ. സ്വാഭാവികമാണ്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് ആ സഹോദരനെ വരെ വലിച്ചു മാറ്റി പെങ്ങളുടെ ബോഡി എടുത്തുകൊണ്ട് പോയത് പോലീസാണ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കുടുംബത്തിന്റെ പൂർണ്ണമായ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭർത്താവും മകനും പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയാണ് ഈ സമരപരിപാടി നടത്തിയത്. എന്നിട്ട് പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. മോർച്ചറിയിൽ നിന്ന് ഡെഡ് ബോഡി കോൺഗ്രസ്സുകാർ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. അതെ, ഭർത്താവും മകനും പറഞ്ഞിട്ടുണ്ടല്ലോ, മാധ്യമങ്ങളോട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കള്ളക്കേസാണ്. കള്ളക്കേസ് എടുക്കുകയാണ്. പേടിപ്പിക്കാൻ നോക്കുക, പേടിപ്പിക്കാൻ.